യൂട്യൂബിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വളരെ പെട്ടെന്ന് അതായത് നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ വ്യൂസ് എല്ലാം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനലിന് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ വ്യൂസ് എല്ലാം സ്റ്റക്ക് ആകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് സാധാരണ അവർ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് 5000 മുതൽ 15000 വരെ വ്യൂസ് എല്ലാം വരുന്ന ഒരു ചാനലെല്ലാമാണ്. എന്നാൽ അവർ ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ 0 വ്യൂസ് എല്ലാമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ യൂട്യൂബിൽ ഇങ്ങനെ വ്യൂസ് ഡൗൺ എല്ലാം വരുന്നത്? അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ ഒരു പ്രശ്നമെല്ലാം ഒഴിവാക്കാൻ സാധിക്കും? ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് ഇത് ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയി പറയുന്നുണ്ട്. അതുപോലെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ വ്യൂസ് ഡൗൺ പ്രോബ്ലം എല്ലാം വന്നാൽ ആ ഒരു കാര്യം എങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ ചില ചാനലുകളെല്ലാം തന്നെ ഫ്രീസ് ആകാറെല്ലാം ഉണ്ട്. ഇത്തരത്തിൽ ഈ ഫ്രീസായ ചാനലുകൾ ഇത് അൺഫ്രീസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും, ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് വ്യൂസ് ഡൗൺ എന്നതിലേക്ക് നയിക്കുന്നത്. യൂട്യൂബിൻ്റെ അൽഗോരിതത്തിൽ വരുന്ന മാറ്റങ്ങളെല്ലാം തന്നെ ഒരുപാട് വലിയ ചാനലുകൾ മുതൽ ചെറിയ ചാനലുകൾ വരെ ഇതിൻ്റെ എഫക്റ്റ് എല്ലാം തന്നെ അനുഭവിക്കുന്നുണ്ട്. വലിയ ചാനലുകൾ അവർ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, അവർക്ക് ലക്ഷക്കണക്കിന് വ്യൂസ് എല്ലാം പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും വളരെ പെട്ടെന്ന് തന്നെ ചില സമയങ്ങളിൽ അവരുടെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ അതിലാകെ 5000 അല്ലെങ്കിൽ 10,000 വ്യൂസ് എല്ലാമാണ് വരുന്നത്. അതായത് ലക്ഷക്കണക്കിന് വ്യൂസ് വരുന്ന ഒരു ചാനലിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ വ്യൂസ് എല്ലാം തന്നെ വളരെയധികം കുറഞ്ഞു പോകുന്നു. ഇതിനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് യൂട്യൂബ് അൽഗോരിതത്തിൽ വരുന്ന മാറ്റങ്ങളെല്ലാമാണ്. യൂട്യൂബിൽ പലവിധ കാര്യങ്ങളെല്ലാം ഇത്തരത്തിൽ ചേഞ്ചസ് എല്ലാം വരാം. എന്നാൽ ഇത് എപ്പോഴും നടക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ കറക്റ്റായി വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്രശ്നം ചിലപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിക്കവർ ചെയ്യാനും സാധിക്കും. അതായത് ഈ ഒരു കാര്യം ഏതൊരു ചാനലിലും സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് നമ്മുടെ കയ്യിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ എന്ന് ചോദിച്ചാൽ ചില അൽഗോരിതം ചേഞ്ചസ് നമ്മുടെ വ്യൂസിനെ വളരെയധികം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പലരും ഇത്തരത്തിൽ ഈ ഒരു അൽഗോരിതം എല്ലാം ഇതെല്ലാം മനസ്സിലാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പുതിയതായി എന്താണ് യൂട്യൂബിൽ കൊണ്ടുവന്നിരിക്കുന്നത്, എങ്ങനെ ചെയ്താലാണ് നമുക്ക് നല്ല രീതിയിൽ വ്യൂസ് എല്ലാം ആളുകളിലേക്ക് എത്തുക, അല്ലെങ്കിൽ എന്തെല്ലാം ട്രിക്കുകൾ അപ്ലൈ ചെയ്താലാണ് നമ്മുടെ ചാനലിലേക്ക് കൂടുതൽ വ്യൂസ് എല്ലാം കൊണ്ടുവരിക ഇതെല്ലാം തന്നെ അവർ പലവിധ എക്സ്പെരിമെൻ്റ് എല്ലാം ചെയ്തതിന് ശേഷം ഇങ്ങനെയെല്ലാം ട്രൈ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് ഇതിൻ്റെ ഒരു സീക്രട്ട് എല്ലാം വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാകുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു സീക്രട്ട് വെച്ച് അവർ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് അവരുടെ വീഡിയോ കൂടുതൽ അവരിലേക്ക് എത്തിക്കാനെല്ലാം ഈ ഒരു ട്രിക്കെല്ലാം യൂസ് ചെയ്യും. എന്നാൽ ഇങ്ങനെ ഈ ഒരു ട്രിക്കെല്ലാം ഫോളോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഈ ട്രിക്ക് വളരെ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഇത് വർക്കാകാത്ത അവസ്ഥയെല്ലാം വരുന്നത്. അപ്പോൾ ഇവിടെയാണ് യൂട്യൂബ് അൽഗോരിതത്തിൻ്റെ ഈ ഒരു ചേഞ്ചസ് എല്ലാം വരുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇത് ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്താൽ അത് ചിലപ്പോൾ യൂട്യൂബിൽ വർക്കാകില്ല. അപ്പോൾ പലരും പറഞ്ഞു കാണുന്ന ഒരു കാര്യമാണ് ഇതെല്ലാം തന്നെ ഔട്ട്ഡേറ്റഡ് ആയ ഐഡിയാസ് ആണ് എന്നെല്ലാം. അതായത് നേരത്തെ നമ്മൾ കുറേ കാര്യങ്ങൾ നേരത്തെ ടാഗ് അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമായിരുന്നു. അതുപോലെ പല ആളുകളും അവരുടെ വീഡിയോയിൽ ചില സമയങ്ങളിലെല്ലാം തന്നെ ഏറ്റവും ട്രെൻഡിങ് ആയ ടോപ്പിക്കിനെ കുറിച്ചുള്ള ടാഗ് എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അതായത് നമ്മുടെ ഇപ്പോൾ ഒരു വീഡിയോ എല്ലാം തന്നെ ഒരു ഷോർട്ട് വീഡിയോ എല്ലാമാണ് എന്ന് കരുതുക. ഇത്തരത്തിൽ ഈ ഷോർട്ട്സ് അല്ലെങ്കിൽ ലോങ് വീഡിയോ ആയിക്കോട്ടെ, ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന ഇതിനിടയിലായി ആ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായിരിക്കില്ല. ഇപ്പോൾ ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഇപ്പോൾ ബിഗ് ബോസ് എല്ലാം നടക്കുമ്പോൾ സീസൺ 4 അല്ലെങ്കിൽ സീസൺ 6 അതിലെ കണ്ടസ്റ്റൻറ്റിൻ്റെ പേരെല്ലാം തന്നെ ഇത്തരത്തിൽ ഈ ടാഗായെല്ലാം കൊടുക്കും. അതായത് ഒരുപാട് പേർ സെർച്ച് ചെയ്യുന്ന ഒരു കാര്യമാവുന്നത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഇത് ടാഗായി അവർ കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇത് പല ആളുകൾക്കും ഇങ്ങനെയുള്ള ട്രെൻഡിങ് ആയ കുറച്ച് ടാഗുകളെല്ലാം കൊടുക്കുന്നത്, അതായത് ഫുള്ളായി നമ്മൾ ഇത്തരത്തിൽ കൊടുക്കാൻ പാടില്ല. ഇങ്ങനെ ഇൻകറക്റ്റായ ടാഗ് കൊടുക്കുന്നത് യൂട്യൂബിൻ്റെ പോളിസിക്ക് അഗെയിൻസ്റ്റ് ആണ്. എന്നാൽ നമ്മൾ കറക്റ്റായി ഒരുപാട് ടാഗിനിടയിൽ 1-2 ടാഗുകളെല്ലാം ഇതുപോലെയെല്ലാം കൊടുക്കുന്നത് പലപ്പോഴും ആ ഒരു ചാനലിലേക്ക് നേരത്തെ എല്ലാം തന്നെ നല്ല രീതിയിൽ വ്യൂസ് എല്ലാം കൊണ്ടുവരാൻ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു കാര്യം എപ്പോഴും നിലനിൽക്കുന്ന ഒരു കാര്യമല്ല. ഇങ്ങനെ പലവിധ കാര്യങ്ങൾ പല ആളുകൾ അവരുടെ ചാനലിൽ അപ്ലൈ ചെയ്ത് അതിൽ നിന്നും അവർക്ക് അതിൻ്റെ ഗുണമെല്ലാം ലഭിക്കുമ്പോഴാണ്, അതായത് നമ്മളെപ്പോലുള്ള ചാനലുകളെല്ലാം ഇത്തരത്തിൽ പല എക്സ്പെരിമെൻറ്റുകളെല്ലാം ട്രൈ ചെയ്യാറുണ്ട്. എന്നാൽ
എന്നാൽ ചില എക്സ്പെരിമെൻറ്റുകൾ നമുക്ക് പാളിപ്പോകാറുമുണ്ട്. അതായത് നമുക്കത് കറക്റ്റായി അതിൻ്റെ റിസൾട്ടൊന്നും ലഭിക്കാറില്ല. അപ്പോൾ ഇത്തരത്തിൽ എക്സ്പെരിമെൻ്റ് എല്ലാം ചെയ്ത് ഇതിൽ ഒരു ബെനിഫിറ്റ് എല്ലാം കണ്ടെത്തുന്നവർ അവർ ഒരുപാട് പേർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാറുമുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം അൽഗോരിതത്തിൽ വരുന്ന ചേഞ്ചസ് ഇങ്ങനെ നമ്മൾ പലവിധ ട്രിക്കുകളെല്ലാം അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമാണ് നമുക്കതിൻ്റെ ഒരു കാര്യമെല്ലാം മനസ്സിലാവുക. അപ്പോൾ ഒരേ കാര്യം തന്നെ ഫോളോ ചെയ്ത് വീഡിയോസ് എല്ലാം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു വ്യൂസ് ഡൗൺ എല്ലാം തന്നെ കാണാൻ സാധിക്കും. അത് ഇത്തരത്തിൽ വരുന്ന ഈ അൽഗോരിതം ചേഞ്ചസ് കൊണ്ടെല്ലാമാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വ്യൂസ് ഡൗണിന് ഏറ്റവും വലിയ ഒരു പ്രശ്നമായി തീർന്നിരിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് പലപ്പോഴും പുതിയ യൂട്യൂബേഴ്സ് എല്ലാമാണ് ഈ ഒരു മിസ്റ്റേക്ക് എല്ലാം അവരുടെ ചാനലിൽ ചെയ്യുന്നത്. അതായത് അവർ ചാനൽ തുടങ്ങിയതിന് ശേഷം ചാനൽ കാറ്റഗറി കറക്റ്റായിട്ടായിരിക്കില്ല അവർ സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. നിങ്ങളുടെ ചാനൽ കാറ്റഗറി നിങ്ങളുടെ കണ്ടൻറ്റിനനുസരിച്ചുള്ള കാറ്റഗറി അല്ല എങ്കിൽ ഇത് കറക്റ്റായ ഓഡിയൻസിലേക്കല്ല നിങ്ങളുടെ വീഡിയോസ് എല്ലാം എത്തുന്നത്. അതിനാൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് നിങ്ങൾ ചാനൽ കാറ്റഗറി എല്ലാം കറക്റ്റായി കൊടുക്കുക എന്നത്. ഇനി ഇപ്പോൾ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് മൾട്ടിപ്പിൾ കാറ്റഗറിയിലുള്ള കണ്ടൻ്റ് എല്ലാം തന്നെ ഒരേ ചാനലിലെല്ലാം അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരേ കാറ്റഗറിയിലുള്ള വീഡിയോസ് എല്ലാം തന്നെ ഒരേ ചാനലിൽ ചെയ്യുക, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കാറ്റഗറിയിൽ നമുക്ക് വീഡിയോ എല്ലാം ചെയ്യണമെങ്കിൽ മൾട്ടിപ്പിൾ ചാനലെല്ലാം തുടങ്ങുന്നതാണ് നല്ലത് എന്നെല്ലാം നമ്മൾ പറയാറുണ്ട്. എന്നാലും ചില ചാനലുകൾക്ക് ഇത്തരത്തിൽ മൾട്ടിപ്പിൾ കാറ്റഗറിയിൽ വീഡിയോ ചെയ്തും അതിൽ നിന്നും നല്ല സക്സസ് എല്ലാം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അവരുടെ അവതരണ ശൈലി കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ മറ്റെന്തെങ്കിലും അഡ്വാൻറ്റേജസ് കൊണ്ടെല്ലാം തന്നെയാണ് ഇത്തരത്തിൽ അവർക്ക് ഈ ഒരു കാര്യമെല്ലാം സാധ്യമാകുന്നത്. നോർമലി നമ്മൾ ഒരു നിഷ് എല്ലാം സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു നിഷിനനുസരിച്ച് വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് അതിലേക്ക് ആ ഒരു നിഷ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് വ്യൂവേഴ്സിനെ, അല്ലെങ്കിൽ ആ ഒരു നിഷുമായി താല്പര്യമുള്ള ആ ഒരു വ്യൂവേഴ്സും അതുപോലെ സബ്സ്ക്രൈബേഴ്സ് എല്ലാമാണ് വരിക. അതിനാൽ തന്നെ ആ ഒരു ചാനലിന് ഒരേ നിഷ് തന്നെ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു ചാനലിന് ഗ്രോത്ത് എല്ലാം കൊണ്ടുവരാനെല്ലാം സാധിക്കും. എന്നാൽ ഇനി നിങ്ങൾ മൾട്ടിപ്പിൾ കാറ്റഗറിയിൽ ഒരേ ചാനലിൽ തന്നെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമെല്ലാം ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ വ്ളോഗ് എല്ലാമാണ് ചെയ്യുന്നത്, അതുപോലെ നിങ്ങൾ അതേ ചാനലിൽ തന്നെ നിങ്ങൾ കുക്കിംഗ് എല്ലാം ചെയ്യുന്നു, അതുപോലെ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു അൺബോക്സിംഗ് എല്ലാം ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്യുക വഴി നിങ്ങൾക്ക് അതിൽ നിന്നും ഗ്രോത്ത് എല്ലാം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആ ഒരു വീഡിയോ എല്ലാം തന്നെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു വീഡിയോയിൽ നമുക്ക് ഏത് കാറ്റഗറിയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്ന ഡ്രോപ്പ് ഡൗൺ എല്ലാം കാണിക്കും. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് അനുസരിച്ചുള്ള കറക്റ്റായ ഒരു കാറ്റഗറി എല്ലാം സെലക്ട് ചെയ്യുന്നതെല്ലാം നിങ്ങളുടെ ആ ഒരു വീഡിയോ കറക്റ്റായ ഓഡിയൻസിലേക്ക് എത്തിക്കുന്നതിനെല്ലാം വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങളുടെ ചാനലിന് ഇതുവരെ കറക്റ്റായ കാറ്റഗറി അല്ല കൊടുത്തിരിക്കുന്നത് എങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു കാര്യം നിങ്ങൾ ഇത് കറക്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായത് കറക്റ്റായ ഒരു ചാനൽ കാറ്റഗറി സെലക്ട് ചെയ്യുക. ഇനി നമ്മുടെ ചാനലിൻ്റെ വ്യൂസ് എല്ലാം കുറയാൻ കാരണമായ മറ്റൊരു രസകരമായ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് നമ്മുടെ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഓവർ ക്രൗഡിങ് എന്നെല്ലാം നമുക്കിതിനെ വിളിക്കാവുന്നതാണ്. അതായത് നമ്മൾ ഒരു കാറ്റഗറിയിൽ വീഡിയോസ് എല്ലാം ചെയ്യുന്നു. ഇപ്പോൾ ഉദാഹരണമായി നമ്മുടെ ഈ ഒരു ചാനൽ യൂട്യൂബ് ടിപ്സ് എല്ലാം കൊടുക്കുന്നൊരു ചാനലാണ്. നേരത്തെ നമുക്ക് കാണുകയാണെങ്കിൽ കുറച്ച് ചാനലുകളെല്ലാമാണ് ഇത്തരത്തിൽ മലയാളത്തിൽ യൂട്യൂബ് ടിപ്സ് എല്ലാം കൊടുക്കുന്നത് എങ്കിൽ അന്ന് നമുക്ക് ഇത്തരത്തിൽ കൂടുതൽ ആളുകൾ നമ്മുടെ വീഡിയോസ് കൂടി കാണാനുള്ള സാഹചര്യമെല്ലാം ഉണ്ട്. എന്നാൽ ഇപ്പോൾ ഒരുപാട് പേർ ഇത്തരത്തിൽ യൂട്യൂബ് ടിപ്സ് എല്ലാം കൊടുക്കുന്ന ചാനലുകളെല്ലാം വരികയാണെങ്കിൽ ഇത് കോമ്പറ്റീഷൻ വർദ്ധിപ്പിക്കുകയും അതിനാൽ തന്നെ ചില ചാനലുകൾക്കെല്ലാം തന്നെ അവരുടെ വ്യൂസിലെല്ലാം കുറവെല്ലാം വരാം. എന്ന് കരുതി ഇതിൽ കംപ്ലീറ്റായി ഒരു കുറവ് എന്നതല്ല വരുന്നത്. ഇത്തരത്തിൽ കോമ്പറ്റീഷൻ വർദ്ധിപ്പിക്കുമ്പോൾ, അതായത് ഒരു നിഷിലുള്ള കോമ്പറ്റീഷൻ വളരെയധികം കൂടുതലെല്ലാമാണെങ്കിൽ അവിടെ നമുക്ക് വ്യൂസ് എല്ലാം കിട്ടുക എന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. എന്നാൽ കോമ്പറ്റീഷൻ കുറവുള്ള ഒരു സാഹചര്യത്തിൽ ആ ഒരു ചാനലിലേക്ക് കൂടുതൽ വ്യൂസ് എല്ലാം വരാനുള്ള ഒരു സാധ്യതയും കൂടുതലാണ്. ഇനി മറ്റൊരു കാര്യമാണ് നമുക്ക് സീസണലായ ചേഞ്ചസ് എല്ലാം തന്നെ. ചില സീസണുകളിൽ നമുക്ക് നല്ല രീതിയിൽ വ്യൂസ് എല്ലാം ലഭിക്കും, ചില സീസണുകളിൽ ഇത്തരത്തിൽ വ്യൂസ് എല്ലാം ലഭിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഹോളിഡേ പാക്കേജ് എല്ലാം കൊടുക്കുന്ന അത്തരത്തിലുള്ള കണ്ടന്റ് എല്ലാം ചെയ്യുന്നതും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആ ഒരു കണ്ടന്റിനെല്ലാം തന്നെ ഏറ്റവും കൂടുതലായി നല്ല ഹോളിഡേയ്സ് എല്ലാം വരുമ്പോൾ ആ ഒരു സമയത്തായിരിക്കും അതിന് കൂടുതലായി വ്യൂസ് എല്ലാം ലഭിക്കുന്നത്.
അപ്പോൾ ഇത്തരത്തിൽ പലവിധ ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ കുട്ടികൾ അധികം കാണുന്ന ചാനലുകളെല്ലാം ആണെങ്കിൽ കുട്ടികൾ ഫ്രീ ആയിരിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് അവർക്ക് വെക്കേഷൻ എല്ലാം ആകുമ്പോഴാണ്. അപ്പോൾ അത്തരത്തിൽ വെക്കേഷൻ എല്ലാം ഉള്ള സമയത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടികൾക്കായി വേണ്ടിയുള്ള ഒരുപാട് ചാനലുകളിലേക്കെല്ലാം വ്യൂസ് എല്ലാം കൂടുതലായി വരുന്നതെല്ലാം കാണാം. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ നമുക്ക് സീസണലായ പലവിധ ചേഞ്ചസും നമ്മുടെ വ്യൂസിനെ എല്ലാം തന്നെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ചിലപ്പോൾ പലരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, പലവിധ എക്സ്പെരിമെൻറ്റുകളും നമ്മുടെ ചാനലിൽ അപ്ലൈ ചെയ്തത് കൊണ്ട് തന്നെ ചിലപ്പോഴെല്ലാം നമുക്ക് ഇതിൽ നിന്നും വലിയ തരത്തിലുള്ള ദോഷമെല്ലാം നമ്മുടെ ചാനലിലെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എനിക്ക് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. ആദ്യം തന്നെ ഞാൻ ചെയ്തിരുന്നത് ഇതുപോലെ മൾട്ടിപ്പിൾ കാറ്റഗറിയിൽ വീഡിയോസ് എല്ലാം ചെയ്തത് കൊണ്ട് തന്നെ എനിക്ക് ഒരു കാറ്റഗറി അത് ഇതിൽ നിന്നും ഒഴിവാക്കേണ്ടതായെല്ലാം വന്നിരുന്നു. അതായത് ഞാൻ നേരത്തെ ചെയ്തിരുന്ന കുറച്ച് വീഡിയോസ് എല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഒരുപാട് വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്യേണ്ടതായി വന്നിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ വീഡിയോസ് എല്ലാം ബൾക്കായി ഡിലീറ്റ് ചെയ്യുന്നതെല്ലാം നമ്മുടെ ചാനലിനെ എഫക്റ്റ് ചെയ്യാറുണ്ട്. ഇത് കരുതി നമ്മുടെ ചാനൽ പിന്നീട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നതല്ല. നല്ല രീതിയിൽ നമുക്ക് വീഡിയോസ് എല്ലാം ചെയ്ത് പിന്നീടും നമുക്ക് ഇതിൽ നിന്നും നല്ല റവന്യൂ എല്ലാം ഉണ്ടാക്കാനെല്ലാം സാധിക്കും. പക്ഷേ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ നമ്മൾ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് മൾട്ടിപ്പിൾ ഓഡിയൻസ് ആണ് നമ്മുടെ ചാനലിലേക്ക് വരുന്നത്. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ടെക് അൺബോക്സിംഗ് എല്ലാം ചെയ്യുന്നു. ഈ ഒരു സൈഡിൽ ഞാൻ യൂട്യൂബ് ടിപ്സ് ചെയ്യുന്നു. അപ്പോൾ ടെക് അൺബോക്സിംഗ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ ഒരു കാറ്റഗറി ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും ഈ ഒരു വീഡിയോ കാണുന്നത്. യൂട്യൂബ് ടിപ്സ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ ഒരു കാറ്റഗറിയിലുള്ളവരായിരിക്കും കാണുന്നത്. എന്നാൽ ഇത് രണ്ടും കൂടി കാണുന്ന ആളുകൾ ഉണ്ടായിരിക്കാമെങ്കിലും അവർ വളരെയധികം കുറവായിരിക്കും. കാരണം അവർക്ക് ഓരോ കാറ്റഗറി എല്ലാം ആയിരിക്കും കൂടുതലായി ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യം, ഈ ഒരു പ്രതിസന്ധി വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇത്തരത്തിൽ ഒരേ നിഷിൽ തന്നെ നമ്മുടെ ചാനലിൽ വീഡിയോസ് എല്ലാം ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ആ ഒരു കാര്യത്തെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഞാൻ ചെയ്ത കുറേയധികം വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ നിന്നും ഡിലീറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം യൂട്യൂബിൻ്റെ റാങ്കിങ്ങിലെല്ലാം തന്നെ നമ്മുടെ ചാനലിന് കുറച്ച് ദോഷമെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ ചാനലിൽ ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക. ഇത് നിങ്ങളുടെ ചാനലിൻ്റെ ഗ്രോത്തിനെ എല്ലാം തന്നെ നഷ്ടപ്പെടുത്താനെല്ലാം കാരണമാകുന്ന ഒരു വലിയ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഞാൻ ഇടയ്ക്ക് എൻ്റെ യൂട്യൂബിൻ്റെ ചാനൽ നെയിം എല്ലാം ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിലെല്ലാം തന്നെ മാറ്റങ്ങളെല്ലാം വരുത്തേണ്ടതായി വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ബൾക്കായി ഞാൻ മാറ്റങ്ങളെല്ലാം വരുത്തിയതും നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്തിനെ വളരെയധികം ബാധിച്ചൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ വ്യൂസ് എല്ലാം പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് വീഡിയോസ് എല്ലാം ആണെങ്കിൽ അതിൽ നമ്മൾ ചേഞ്ചസ് എല്ലാം വരുത്തുമ്പോൾ ചിലപ്പോൾ അത് നമുക്ക് നെഗറ്റീവായിട്ടെല്ലാം വരാം. എന്നാൽ നിങ്ങളുടെ ചാനലിലേക്ക് ഇപ്പോൾ ഒരു വീഡിയോയിൽ വ്യൂസ് ഒന്നും തന്നെ വരുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക്, അതായത് കുറേ കാലമായി ആ ഒരു വീഡിയോയ്ക്ക് ഗ്രോത്ത് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്ത് അതിൽ നല്ല ഡിസ്ക്രിപ്ഷൻ ഒന്നും കൊടുക്കുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് ഓൾറെഡി അതിലേക്ക് നല്ല ഗ്രോത്ത് ഒന്നുമില്ലാത്ത ഒരു വീഡിയോ എല്ലാമാണ്. അതിനാൽ തന്നെ അതിൽ നിന്നും നിങ്ങൾ ചേഞ്ചസ് എല്ലാം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പോസിറ്റീവ് ഔട്ട്കം അല്ലെങ്കിൽ പോസിറ്റീവ് റിസൾട്ട് എല്ലാം നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിൽ നിന്ന് ലഭിക്കുന്നതുമായിരിക്കും. എന്നാൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, വീഡിയോ അപ്ലോഡ് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ, ഇപ്പോൾ ഷോർട്സ് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം കുറച്ച് മണിക്കൂറുകൾക്ക് നിങ്ങൾക്ക് വ്യൂസ് ഒന്നുമില്ല എന്ന് കരുതി വളരെ പെട്ടെന്ന് തന്നെ ആ വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ ഡിലീറ്റ് ചെയ്യുന്നത് ഒരു അപകടമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ദിവസം കഴിഞ്ഞെല്ലാം ആയിരിക്കും അതിലേക്ക് നല്ല രീതിയിലുള്ള വ്യൂസ് എല്ലാം വരുന്നത്. ചില സമയത്ത് ഇത്തരത്തിൽ നമുക്ക് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ആ ഒരു വീഡിയോയ്ക്ക് നല്ല വ്യൂസ് ഒന്നും ലഭിക്കണമെന്നില്ല. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരുപാട് വീഡിയോസ് ഇതുപോലെ നിങ്ങൾക്ക് വ്യൂസ് ലഭിക്കുന്നില്ല എന്ന കാരണങ്ങൾ കൊണ്ട് തന്നെ അപ്ലോഡ് ചെയ്തതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ഒരുപാട് തവണയെല്ലാം ഡിലീറ്റ് ചെയ്യുന്നതെല്ലാം നിങ്ങളുടെ ചാനലിൻ്റെ റാങ്കിങ്ങിനെ എല്ലാം ബാധിക്കും. അപ്പോൾ ആ ഒരു കാര്യം, ആ ഒരു മിസ്റ്റേക്ക് ഒന്നും നിങ്ങളുടെ ചാനലിൽ ചെയ്യാതിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. എപ്പോഴെങ്കിലും ഒന്നോ രണ്ടോ ചെയ്തു എന്നത് കൊണ്ടല്ല ഞാൻ പറയുന്നത്. ബൾക്കായി നമുക്ക് വ്യൂസ് ലഭിക്കുന്നില്ല എന്ന റീസൺ കാരണം നമ്മൾ ഇത്തരത്തിൽ ഈ ഒരു വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് വീണ്ടും അത് അപ്ലോഡ് ചെയ്യുന്നത്, ഇത് നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്തിനെ എല്ലാം ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചേഞ്ചസ് ഇൻ ദി ഇൻട്രസ്റ്റ് ഓഫ് ദി ഓഡിയൻസ് എന്നതാണ്. അതായത് നമ്മുടെ ഓഡിയൻസിൻ്റെ ഇൻട്രസ്റ്റിൽ ചേഞ്ചസ് എല്ലാം വരുമ്പോൾ, ഇപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ തന്നെ അവർ പലവിധ ചാനലുകളെല്ലാം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അവർ കൂടുതലായി നമ്മുടെ ചാനൽ കാണുന്നവർ അവർ
പെട്ടെന്ന് തന്നെ ഇതുപോലെ പുതിയ കുറേ അധികം ചാനലുകളെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ അവരുടെ ഇൻട്രസ്റ്റ് എല്ലാം മാറുമ്പോൾ ഈ ഒരു കാര്യമെല്ലാം തന്നെ അവർ ആ ഒരു വീഡിയോയിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് നമ്മുടെ ചാനലിലേക്ക് വ്യൂസ് എല്ലാം കുറയാൻ കാരണമാകുന്നുണ്ട്. എന്നാൽ ഇത് വലിയ രീതിയിലുള്ള ഒരു എഫക്റ്റ് അല്ല പറയുന്നത് എങ്കിൽ കൂടി ഇത്തരത്തിലുള്ള ഒരു റീസൺ കൂടി നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്തിനെ എല്ലാം ബാധിക്കാറുണ്ട്. എന്നാൽ ഇത് ചിലപ്പോൾ ഇത് പിന്നീട് നമുക്ക് തിരിച്ചു ലഭിക്കുന്നതുമായിരിക്കും. അതായത് നമ്മുടെ ഈ ഒരു ഓഡിയൻസ് അവർ വീഡിയോസ് കാണുന്നതിൽ പിന്നീടും അവർക്ക് ഇത്തരത്തിൽ ഇൻട്രസ്റ്റ് ചേഞ്ച് എല്ലാം സംഭവിക്കാം. അതിനാൽ തന്നെ നമ്മുടെ ചാനൽ കാണുന്നതിന് കൂടുതൽ താല്പര്യമെല്ലാം കാണിക്കാനും സാധിക്കും. ഇങ്ങനെയുള്ള കുറച്ച് റീസൺ കൊണ്ടെല്ലാം തന്നെ നമ്മുടെ ചാനലിൻ്റെ വ്യൂസ് എല്ലാം തന്നെ കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ വ്യൂസ് എല്ലാം ഡൗൺ ആകാറെല്ലാം ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ വ്യൂസ് എല്ലാം ഡൗൺ ആയി അല്ലെങ്കിൽ പലവിധ കാര്യങ്ങൾ കൊണ്ട് ഇപ്പോൾ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് കൺസിസ്റ്റൻ്റായി വീഡിയോസ് ഒന്നും ചെയ്യാതിരിക്കുന്നത്. ഇത് വലിയ ഒരു അബദ്ധം തന്നെയാണ്. കാരണം നമ്മൾ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ ഇതിൽ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ വളരെയധികം കോമ്പറ്റേറ്റീവായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിനാൽ തന്നെ നമ്മുടെ കൺസിസ്റ്റൻ്റായ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ ഓഡിയൻസിലേക്ക് നമ്മുടെ കണ്ടൻറ് എല്ലാം എത്തിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരത്തിൽ നിങ്ങൾ ഒരു ബ്രേക്ക് എല്ലാം എടുത്ത് നിങ്ങളുടെ ചാനൽ ഇത് ഫ്രീസ് ആയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് നമുക്ക് അൺഫ്രീസ് ചെയ്യാൻ സാധിക്കുക എന്നതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഇതിൻ്റെ എൻഡ് സ്ക്രീനിലായി ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായും കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ചൊരു കാര്യത്തിലേക്ക് വരാം. അവർക്ക് നല്ല രീതിയിൽ വ്യൂസ് എല്ലാം പോകുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊന്നും അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസിൽ 0 വ്യൂസാണ് വന്നിരിക്കുന്നത്. സാധാരണ അവർക്ക് 5000 to 15000 വ്യൂസ് എല്ലാമാണ് ലഭിച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംഭവം എല്ലാം സംഭവിക്കുമോ എന്നെല്ലാം പലർക്കും ഡൗട്ടെല്ലാം വരാം. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് യൂട്യൂബിലെ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ആണ്. അതായത് കുറേ ആളുകൾക്ക് ഇപ്പോൾ ഒരു പ്രശ്നമെല്ലാം വന്നിട്ടുണ്ട്. അവർ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം 0 വ്യൂസാണ് അവർക്ക് വീഡിയോസിൽ കാണിക്കുന്നത്. എങ്കിൽ കൂടി ആ ഒരു വീഡിയോയ്ക്ക് വ്യൂസ് എല്ലാം വരുന്നുണ്ട് എങ്കിൽ കൂടി ഈ ഒരു സിസ്റ്റം ഗ്ലിച്ച് എല്ലാം കാരണം അവർക്ക് എല്ലാവർക്കും തന്നെ ഇത്തരത്തിൽ കുറേ അധികം പേർക്ക് 0 വ്യൂസ് എന്നാണ് അവരുടെ വീഡിയോയ്ക്ക് താഴെ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വ്യൂസ് വരുന്നില്ല എന്നതല്ല, പലപ്പോഴും നമ്മൾ ഈ ഒരു ടെൻഷൻ എല്ലാം വരാറുണ്ട്. കാരണം നമ്മൾ 2 ആഴ്ചയെല്ലാം കഷ്ടപ്പെട്ടെല്ലാമായിരിക്കും നല്ല രീതിയിലുള്ള ഒരു വീഡിയോ എല്ലാം മേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലെല്ലാം മേക്ക് ചെയ്തതിന് ശേഷം അത് അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിൽ 0 വ്യൂസ് എന്നെല്ലാം മാത്രമായി കാണിക്കുമ്പോൾ തീർച്ചയായും നമുക്കത് വളരെയധികം ടെൻഷനെല്ലാം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇങ്ങനെ കുറേ ആളുകൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്ത് വ്യൂസ് ഒന്നും കൂടാതെ കാണിക്കുന്ന ഒരു പ്രശ്നം, അല്ലെങ്കിൽ 0 വ്യൂസ് എന്നെല്ലാം കാണിക്കുന്ന ഒരു പ്രശ്നമെല്ലാം കാണിക്കുന്നുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, യൂട്യൂബ് ഈ ഒരു പ്രശ്നമെല്ലാം തന്നെ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളതും ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു വ്യൂസ് ഒന്നും കാണിക്കുന്നില്ല എങ്കിൽ കൂടി വളരെ പെട്ടെന്ന് തന്നെ ഇതെല്ലാം ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യൂസ് എത്രയാണോ വന്നിരിക്കുന്നത്, എത്ര പേർ നിങ്ങളുടെ വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ട്, അതിൻ്റെ എല്ലാം തന്നെ വ്യൂസ് എല്ലാം നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുന്നതും അതുപോലെ ആ ഒരു വ്യൂസിൽ നിന്നുള്ള റവന്യൂ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതുമായിരിക്കും. അതിനാൽ തന്നെ നിങ്ങളുടെ വ്യൂസ് കൗണ്ട് ഇപ്പോൾ കാണിക്കുന്നില്ല എന്ന് കരുതി നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട എന്ന് യൂട്യൂബ് ഇവിടെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു പ്രശ്നമെല്ലാം വന്നിട്ടുള്ളവർ അവർ ടെൻഷൻ അടിക്കേണ്ട. ഇങ്ങനെ ഒരു പ്രശ്നം കൊണ്ടാണ് ഇപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത്.